നമ്മുടെ കേരളത്തിൽ ഈയിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മമായ വലിയൊരു മാറ്റത്തെക്കുറിച്ച് പറയാം. നല്ല വേഷം ധരിച്ച യാചകരാണ് എന്ന് തോന്നിപ്പിക്കാത്ത യാചകർ. സാർ, ഊണ് കഴിക്കാൻ പൈസയില്ല, ഒരു ഊണ് വാങ്ങിച്ചു തരുമോ എന്ന് കൈ നീട്ടുന്നവർ. പേഴ്സ് നഷ്ടപ്പെട്ടുവെന്നോ മറ്റോ ആയിരിക്കും ഇവർ പറയുക. തട്ടിപ്പ് സംഘമാണെന്ന് കരുതി ഒഴിവാക്കാൻ വേണ്ടി പൈസ നേരിട്ട് തരില്ല, ഊണ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഹോട്ടലിൽ ഇത്തരക്കാരെ ആക്കിയാലും വയർ നിറയെ കഴിച്ചിട്ട് വളരെ നന്ദി എന്ന് പറഞ്ഞ് അവർ മടങ്ങും. അപ്പോൾ വിശന്നിട്ട് തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു നേരത്തെ ഊണിന് ഇപ്പോൾ മിനിമം 70 രൂപ അല്ലെങ്കിൽ 80 രൂപയൊക്കെയാണ്. അത് ചെറിയൊരു യാചനയിലൂടെയെങ്കിലും കിട്ടിയാൽ മാസ ബജറ്റിൽ അതിൻ്റെ ചെറിയ ഗുണമുണ്ടാകുമെന്ന് കരുതുന്നവരാണ് അവർ. പ്രിയപ്പെട്ടവരെ, വിലക്കയറ്റം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള വരിഞ്ഞു മുറുക്കവും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ പ്രയോഗിച്ചു തുടങ്ങിയതിൻ്റെ ഉദാഹരണം ഞാനിവിടെ പറഞ്ഞുവെന്നേയുള്ളൂ. ഏറ്റവും ഒടുവിൽ മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ വിലക്കയറ്റം അതിൻ്റെ വലിയ ഉയരങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞ് വികസനത്തിൻ്റെ പേരിൽ വോട്ടും വാങ്ങി കേരളത്തിലടക്കം MLA-മാരെ സൃഷ്ടിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടുപിറകെ കേന്ദ്രം പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും CNG-ക്കും അടക്കം വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതം 3 നേരവും വിശക്കുന്ന വേളയിലൊക്കെ നമ്മുടെ കീശയിലും നമ്മുടെ അക്കൗണ്ടിലുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടെ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ ആനന്ദ തരംഗം ഇപ്പോഴും എവിടെയും ഉണ്ടെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ അലയൊലികൾക്ക് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് വലിയ വിലക്കയറ്റത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നാളുകളായിരിക്കും. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് യുവാക്കളാണ് 12,000 രൂപയ്ക്കും മറ്റും നഗരങ്ങളിൽ വന്ന് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നത്. ലോഡ്ജ് ഹോസ്റ്റൽ വാടകയും മറ്റും കഴിച്ച് ബാക്കിയുള്ള തുകയിൽ നിന്ന് 2 നേരം മാത്രം വല്ലതും കഴിച്ച് മാസാവസാനം ഒരു നീക്കിയിരിപ്പുമില്ലാതെ യൗവനങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കത്തിത്തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്ത് അവരിലെ തന്നെ യുവതികളാകട്ടെ പാഡ് മാറ്റാൻ പോലും പണമില്ല സാറേ എന്ന് രഹസ്യമായും പരസ്യമായും പറയേണ്ടി വരുന്ന അവസ്ഥ ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആഘോഷിക്കപ്പെടുന്ന റീലുകളിലും ഷോർട്സുകളിലുമൊക്കെ വിജയിച്ച രാഷ്ട്രീയക്കാരുടെ പൂക്കി മുഖഭാവങ്ങളും ഏത് സാമൂഹ്യ പ്രശ്നത്തെയും കോമഡിയാക്കുന്ന അല്പായുസായ ആനന്ദങ്ങളും മാത്രമേ ഉള്ളൂ. രാജ്യം വലിയ ഒരു ക്ഷാമക്കടലിൽ മുങ്ങാൻ പോവുകയാണോ എന്നുള്ള സംശയം പ്രബലമാവുകയാണ്. എല്ലാറ്റിനും കാരണം പശ്ചിമേഷ്യൻ സംഘർഷമാണ് എന്നുള്ള ന്യായീകരണത്തിൻ്റെ പുകമറയിലൂടെ ജനങ്ങളുടെ കയ്യിലെ പണം മുഴുവൻ സർക്കാരിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഇനിയും നീണ്ടാൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കും രാസവളക്ഷാമത്തിലേക്കുമായിരിക്കും ഇന്ത്യ തള്ളപ്പെടുക. നമ്മൾ ഇന്ത്യക്കാരുടെ കയ്യിലുള്ള രൂപയുടെ വിലയാകട്ടെ ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇറക്കുമതിക്കുള്ള ചെലവാണെങ്കിൽ കുതിച്ചുയരുകയും ചെയ്യുന്നു. വിദേശ നാണ്യ ശേഖരത്തിൽ അതിവേഗമാണ് ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത്, മറുവശത്ത് രാസവളത്തിൻ്റെ ക്ഷാമം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് തിരിച്ചടിയാകാനും പോവുകയാണ്. മുണ്ട് മുറുക്കി കൊടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെലവ് ചുരുക്കൽ ആഹ്വാനം വരാനിരിക്കുന്ന ദുരന്ത സൂചനയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയതോടുകൂടി നമ്മുടെ ക്രൂഡ് ഓയിൽ ശേഖരം 15% ഇടിഞ്ഞിരിക്കുന്നു. 10.7 കോടി ബാരലായിരുന്ന ക്രൂഡ് ശേഖരം 9.1 കോടി ബാരലായി. 50 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയുടെ പ്രതിദിന ആവശ്യം. നിലവിലെ കരുതൽ ശേഖരമാകട്ടെ 18 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. റഷ്യയിൽ നിന്നും US-ൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സാധ്യമായില്ല എങ്കിൽ ആ ക്ഷാമം രൂക്ഷമാവുകയും ചെയ്യും. LPG-യുടെയും പ്രകൃതിവാതകത്തിൻ്റെയും കാര്യത്തിലും സാഹചര്യം സമാനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹോർമുസിലൂടെയാണ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള പ്രകൃതിവാതകത്തിൻ്റെ 30%-വും LPG-യുടെ 54%-വും എത്തുന്നത്. അതിലെ ഇടിവ് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് പെട്ടെന്ന് നികത്താൻ കഴിയുകയുമില്ല. അപ്പോൾ രാസവള ലഭ്യതയിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് എന്നോർക്കണം. റഷ്യ-യുക്രൈൻ സംഘർഷഘട്ടത്തിൽ തന്നെ ആഗോളതലത്തിൽ രാസവളത്തിൻ്റെ വില ഉയർന്നിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷവും വില കുതിക്കാനിടയാക്കി. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രാസവളത്തിൻ്റെ 36%-വും എത്തിയിരുന്നത് സൗദിയും ഒമാനും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമുസ് അടഞ്ഞതോടുകൂടിയിട്ട് ഗൾഫിൽ നിന്നുള്ള രാസവളം വരവ് പൂർണ്ണമായിട്ട് നിലച്ചു. പകരം എന്താണൊരു സ്രോതസ്സ്, അത് കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ഇതിനെല്ലാം ഇടയിലാണ് 4 ദിവസത്തിനിടെ 2ാം തവണയും പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കൂട്ടിയത്. പാചകവാതക വിലയും വിമാന ഇന്ധന വിലയും കുത്തനെ കൂട്ടിയ ശേഷമാണ് പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടിയതെന്ന് ഓർക്കണം. 5ഇടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടെല്ലാം കിട്ടിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഈ വഞ്ചന. ജനങ്ങളെ പിഴിയുന്ന വിലവർധന എന്ന വഞ്ചന നടത്തിയിരിക്കുന്നത്.
ഇതിനെല്ലാം ഇടയിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാറിൻ്റെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന കാറിൻ്റെയും വില നിലവാരത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും അവയുടെ ചരിത്രപരമായ വഞ്ചന നടത്തുന്നത്. വിലയിലെ നേരിയ വ്യത്യാസങ്ങൾക്കിടയിലും പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിമാരുടെയും വാഹനങ്ങൾ പതിവ് പോലെ അത്യാഡംബര വാഹനങ്ങളായിട്ട് തുടരുന്നു. സാധാരണ പൗരൻ ഒരു തവണ ചായ കുടിക്കുമ്പോൾ 15-18 രൂപ നഷ്ടപ്പെട്ട് തലയിൽ കൈവച്ച് നിൽക്കുമ്പോൾ ഇതേ ആഡംബര വാഹനങ്ങൾ വീണ്ടും വീണ്ടും സൈറൺ മുഴക്കി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോഴും 20 UDF മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക മന്ദിരങ്ങൾ നിശ്ചയിച്ചതിൽ 9 മന്ദിരങ്ങളിൽ 3,96,00,000 രൂപയുടെ മോടി പിടിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നുള്ള VD സതീശൻ്റെ പ്രസ്താവന നിലനിൽക്കുകയാണ് ഇത്. അതേസമയം മെയ് മാസത്തിലെ ക്ഷേമ പെൻഷനായിട്ട് 1070 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ട്രഷറിയിൽ പണമുണ്ട് എന്നാണല്ലോ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുമുണ്ട്. എന്തായാലും പാലൊഴിച്ച ചായയും കാപ്പിയും കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന ഒരു സൂത്രവാക്യം മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് ചെലവ് ചുരുക്കാൻ നമ്മിൽ പലർക്കും കട്ടൻ ചായയിലേക്കോ കട്ടൻ കാപ്പിയിലേക്കോ തിരിയേണ്ടി വരും. ഇപ്പോഴത്തെ പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വിലവർധനയോടെ രാജ്യത്താകെ വിലക്കയറ്റം രൂക്ഷമാകാൻ പോവുകയാണ്. പിശുക്ക് ഒരു നയതന്ത്രമായി സ്വീകരിച്ചില്ലെങ്കിൽ മുറുക്കിയൊടുക്കാൻ ഉടുമുണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടേക്കും. കാരണം ഇന്ധനവില വർധനയോടെ ഇനി ചരക്ക് കൂലി വർദ്ധിക്കാൻ പോവുകയാണ്. അതോടെ അവശ്യ വസ്തുക്കളുടെ എല്ലാം വില ഉയരും. പഴം, പച്ചക്കറി വിലകൾ ഇനിയും ഉയരാൻ പോകുന്നു. മൊത്തവില സൂചിക പ്രകാരമുള്ള വിലക്കയറ്റം ഏപ്രിലിൽ 8.3% വർദ്ധിച്ചു. കഴിഞ്ഞ 3.5 വർഷത്തിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റത്തോടാണ് ഇത് എന്നോർക്കണം. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം ഇനി വരാനിരിക്കുന്നത് പലർക്കും വ്യാപകമായിട്ട് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ പാൽച്ചായ ഒഴിവാക്കണമോ എന്ന് ചിന്തിക്കുന്നത് ഒരു പിശുക്ക് മാത്രമല്ല, ഒരു നയതന്ത്രം കൂടിയാണ്. ഒന്നുകിൽ നമുക്ക് പിശുക്കന്മാരായി വിധേയപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാം. അതുമല്ലെങ്കിൽ ആഡംബര ബൈക്കുകൾക്ക് രൂപമാറ്റം വരുത്തിക്കോട്ടെ എന്ന ചിലരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി കണ്ണിറുക്കി കാണിച്ചു നൽകിയ അനുമതിയെ മഹത്തായ പൂക്കിത്തരം എന്ന് അഭിനന്ദിച്ച് അടുത്ത റീലിലേക്ക് പോകാം. നന്ദി.